ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. ഡാൻസ് ഓഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ ചോദ്യം ചെയ്യൽ. ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, അതിൽ പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടിയതാണ് ഷൈൻ ടോം ചാക്കോ. ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയാൽ തന്നെ ഷൈൻ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഷൈൻ എത്തുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഷൈൻ്റെ കുടുംബം ഈ പൂർണ്ണ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഷൈൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി സംഭവവുമായി ബന്ധപ്പെട്ട് കേസോ പരാതിയോ നിലനിൽക്കുന്നില്ല. പക്ഷേ ഡാൻസ് ഓഫ് നൽകിയ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ലഹരി പരിശോധനയുടെ ഭാഗമായി ഹോട്ടലിലെത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഞങ്ങളെ കണ്ട് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ദുരൂഹതകൾ നീക്കുന്നതിന് തുടരന്വേഷണം ആവശ്യമാണ് എന്നാണ് ഡാൻസ് ഓഫ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ തൃശ്ശൂർ മുണ്ടൂരുള്ള വീട്ടിലെ നോട്ടീസ് എത്തിക്കും. അതിനുശേഷം ഷൈൻ ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ACP ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യൽ നേരിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക. ഒന്ന്, ഷൈൻ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ കൈവശം ലഹരി ഉണ്ടായിരുന്നോ? ഈ രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ഇപ്പോൾ നേരത്തെ ലഹരി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വൈദ്യപരിശോധന അടക്കം നടക്കുമെന്ന ഭയത്താൽ ഓടിപ്പോയതാണോ, അതല്ലെങ്കിൽ ഈ ആലപ്പുഴയിലെ എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ കരുതി ഓടിപ്പോയതാണ് തുടങ്ങിയ സംശയങ്ങളൊക്കെയാണ് പോലീസിനുള്ളത്. അത് ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഷൈനെ വിളിച്ചു വരുത്തുന്നത്. സമാനമായ രീതിയിലൊരു അന്വേഷണം എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി വിൻസിയെ സമീപിച്ചെങ്കിലും പക്ഷേ കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു വലിയ കേസാണ്, ഒരു സെലിബ്രിറ്റിയാണ്. സർക്കാർ അതോടൊപ്പം തന്നെ എക്സൈസും ഒക്കെ ഈ ലഹരി വിരുദ്ധ പോരാട്ടവുമായി ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും എക്സൈസിന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വിൻസി സഹകരിച്ചില്ലെങ്കിൽ പോലും ചില വിവരങ്ങളൊക്കെ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് എക്സൈസ് ആക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം പോലീസ് അന്വേഷണവും ഷൈനെതിരെ നടക്കും. കേസെടുക്കുമോ അറസ്റ്റിലേക്കൊക്കെ പോകുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു തീരുമാനമില്ല. ഇതുവരെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കേസെടുക്കാനുള്ള വകുപ്പും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നും നിലവിലില്ല. കാരണം അയാളുടെ റൂമിൽ നിന്ന് ഈ പറയുന്ന രാസലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ കേസെടുക്കുന്നത് വെല്ലുവിളിയുണ്ട്. പോലീസിന് ചെയ്യാൻ കഴിയുന്നത് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, ചില വ്യക്തതകൾ വരുത്തുന്നതിന് വേണ്ടി. അത് പോലീസ് എന്തായാലും ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഷൈൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കും. ഷൈൻ നേരിട്ട് ഹാജരാകുകയും ചെയ്യും. തീർത്തണം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.